മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സെപ്റ്റംബർ 7 മുതൽ 13 വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം 200 mg സ്വർണം സമ്മാനം. ഓരോ 50,000 രൂപയുടെ സ്റ്റഡഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം 400 mg സ്വർണം സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഓർക്കാട്ടേരി നവീകരിച്ച HMS പൗർണമി തിയേറ്റേഴ്സ് ഓഫീസ് ഉദ്ഘാടനവും ഏറാമല സർവീസ് സഹകരണ ബാങ്ക് നൽകിയ ടെലിവിഷൻ സ്വിച്ച് ഓൺ കർമ്മവും KP മോഹനൻ MLA നിർവഹിച്ചു. MN പുരസ്കാര ജേതാവ് മനയത്ത് ചന്ദ്രനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നിരന്തര പ്രവർത്തനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതിനെതിരെ പ്രതികരിക്കാൻ തൊഴിലാളി പ്രസ്ഥാനത്തിനെതിരെ തൊഴിലാളികൾക്ക് നേരെയുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ തൊഴിലാളികൾക്കെതിരെ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. അത് ചെറുതായാലും വലുതായാലും അതാണ് ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ പാർട്ടികളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയായിട്ട് HMSനെ വളർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യത. കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. ഇന്നും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മനയത്ത് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ പ്രസ്ഥാനത്തിൻ്റെ പഴയകാലത്ത് നേതാക്കന്മാരൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഡൽഹിയിലെ അന്നത്തെ സമരത്തെ കണ്ടിട്ട് സത്യം പറയും 3 ദിവസത്തെ സമരമായിരുന്നു. ആ 3 ദിവസത്തെ സമരത്തിൽ ഞങ്ങളൊക്കെ തന്നെ പങ്കെടുത്തു. വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ അതിനൊക്കെ തന്നെ വ്യത്യസ്തമായി ആൾക്കൂട്ടം കണ്ടപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കം മരവിച്ചു പോയ സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. HMS പൗർണമി തിയേറ്റേഴ്സ് ഏർപ്പെടുത്തിയ ആദരവ് RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ പൊന്നാടയും മൊമന്റോയും നൽകി നിർവഹിച്ചു. KK കൃഷ്ണൻ, നെല്ലോളി ചന്ദ്രൻ, കുനിയിൽ രവീന്ദ്രൻ, MK കുഞ്ഞിരാമൻ മാസ്റ്റർ, RM ഗോപാലൻ, കണ്ടോത്ത് നാരായണൻ മാസ്റ്റർ, PTK ബാബു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും നല്ല സഹകരണ ബാങ്കിനുള്ള പുരസ്കാരം സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നൽകുകയുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. വൻകിട പട്ടണങ്ങളിൽ ഒന്നുമല്ലാത്ത ഒരുപക്ഷെ വളരെ ചെറിയ ഒരു പ്രവർത്തന പരിധിയുള്ള ഏറാമല പഞ്ചായത്തിൽ 2 ബാങ്കുകളുണ്ട്. പിന്നെ എംപ്ലോയീസ് സഹകരണ സ്ഥാപനമുണ്ട്, വനിതാ സഹകരണ സ്ഥാപനമുണ്ട്, അതുപോലെ അർബൻ സൊസൈറ്റി ഉണ്ട്, ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി ഉണ്ട്, വെൽഫെയർ സൊസൈറ്റി ഉണ്ട്. സഹകരണ മേഖലയിൽ തന്നെ ഈ ഓർക്കാട് ടൗണിൽ 10ഓളം സഹകരണ സ്ഥാപനങ്ങൾ, അതിനു പുറമെ ദേശസ്വകൃത ബാങ്കുകളുടെ നിരവധി സ്ഥാപനങ്ങൾ. അതിൻ്റെ എല്ലാം ഇടയിൽ ഏറാമല ബാങ്കിന് കുതിച്ചു വരാൻ സാധിച്ചു എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. HMS താലൂക്ക് സെക്രട്ടറി ശ്രുതി മനോജന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പൗർണമി തിയേറ്റേഴ്സ് പ്രസിഡന്റ് N ബാബു സ്വാഗതവും TS ചന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ.